Hi, my name is Vidya K. Nair. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെറ്റ് പേപ്പർ 1-ലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാ ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാകും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ്. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയും. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. The National Policy on Education is a policy formulated by the Government of India to promote education among India's people. ഇന്ത്യയിലെ ആളുകൾക്കിടയിൽ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പോളിസിയാണ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ NPE എന്ന് പറയുന്നത്. The policy covers elementary education to colleges in both rural and urban India. റൂറലിലെ അർബൻ ഇന്ത്യയിലെ ഈക്വലി എലിമെന്ററി എഡ്യൂക്കേഷൻ തൊട്ട് കോളേജ് ലെവൽ വരെയുള്ള എല്ലാ എഡ്യൂക്കേഷനെയും ഈ പോളിസിയിൽ കവർ ചെയ്യുന്നു. The first NPE was promulgated by the Government of India by Prime Minister Indira Gandhi in 1968. NPE എന്ന് പറയുന്ന ഈ പോളിസി ആദ്യമായി കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ആണ് 1968. The second by Prime Minister Rajiv Gandhi in 1986. ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് കൊണ്ടുവന്ന 1968-ലെ നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷനിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് രാജീവ് ഗാന്ധി 1986-ൽ ഇതേ പോളിസി തന്നെ റിവൈസ് ചെയ്ത് കൊണ്ടുവന്നു. അതിനുശേഷം ഇപ്പം ലാസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നത് ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദി 2020-ലാണ്. അപ്പം നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ആണ് 1968. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇയർ. അതുപോലെ തന്നെ സെക്കൻഡ് കൊണ്ടുവന്നത് രാജീവ് ഗാന്ധി 1986. ദെൻ തേർഡ് വന്നത് നരേന്ദ്രമോദി ഗവൺമെന്റ് ആണ് കൊണ്ടുവന്നത് 2020. ഈ ഡേറ്റ് എന്തായാലും ഓർത്തിരിക്കണം. എക്സാമിന് മിക്കപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇനി 1968-ൽ കൊണ്ടുവന്ന ഈ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷനിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നോക്കാം. Based on the report and recommendation of the Kothari Commission 1964 to 1966, the Prime Minister Indira Gandhi announced the first national policy on education in 1968, which called for a radical restructuring and proposed equal educational opportunities in order to achieve national integration and greater cultural and economic development. ഈ ഒരു നിയമം കൊണ്ടുവരുന്നത് കോത്താരി കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. ഇതിൽ മെയിൻ ആയിട്ട് നോക്കിയിരുന്നത് നിർബന്ധിത വിദ്യാഭ്യാസമാണ്. ഒരു ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ ഒന്നും ഒരാളെ മാറ്റി നിർത്താതെ എല്ലാവർക്കും ഈക്വൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളത്. ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ദ പോളിസി കോൾഡ് ഫോർ ഫുൾഫില്ലിംഗ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അപ് ടു ഏജ് ഓഫ് 40. 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിത വിദ്യാഭ്യാസം കൊടുക്കണം എന്നതാണ് ഈ പോളിസിയുടെ പ്രധാന എയിം എന്ന് പറയുന്നത്. As stipulated by the Constitution, India specialized training and qualification of teachers. അതുപോലെ തന്നെ ടീച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ക്വാളിഫിക്കേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. പ്രധാനമായിട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നതായിരുന്നു ഈ 1968-ൽ വന്ന നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷന് മെയിൻ എയിം. The policy called for a focus on the learning of regional languages, outlining the 3-language formula to be implemented in secondary education, the instruction of English language, the official language of the state where the school was based, and Hindi. അപ്പോൾ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968-ലെ മെയിൻ എയിം എന്ന് പറയുന്നത് 14 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിത എഡ്യൂക്കേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ അതിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് 3-language ഫോർമുല. നമ്മൾ BEdലൊക്കെ ഭയങ്കര കുറെ പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ്. 3-language ഫോർമുല എന്ന് പറയുന്നത് സ്കൂളിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കണം. അതുപോലെ തന്നെ ഹിന്ദി അവിടെ നിർബന്ധമാണ്. അതുപോലെ തന്നെ ആ സ്കൂളിൽ ഏത് സ്റ്റേറ്റിലാണുള്ളത് അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് നിർബന്ധമായിട്ട് കുട്ടികൾ പഠിച്ചിരിക്കണം. ഇപ്പം നമ്മൾ കേരളമായതുകൊണ്ട് നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് മലയാളമാണ്. സോ മലയാളം നിർബന്ധമായി കുട്ടികൾ പഠിച്ചിരിക്കണം. അതാണ് 3-language ഫോർമുല. ഇംഗ്ലീഷ് ഈസ് കമ്പൽസറി ആൻഡ് ഹിന്ദി ഓൾസോ കമ്പൽസറി ആൻഡ് വേർ ദ സ്കൂൾ വാസ് ബേസ്ഡ് their official language also is very important. ഒഫീഷ്യൽ ലാംഗ്വേജ് ഏത് സ്കൂളിൽ ഏത് സ്റ്റേറ്റിലാണോ സ്കൂളുള്ളത് അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജും ആ കുട്ടി പഠിച്ചിരിക്കണം. ഇതാണ് 3-language ഫോർമുല. അതും ക്വസ്റ്റ്യൻ വരാൻ
പറ്റുന്ന ഒരു ഏരിയയാണ്. അതാണ് 1968 വന്നിട്ടുള്ള മാറ്റങ്ങൾ. ഇനി 1986 രാജീവ് ഗാന്ധി ഗവൺമെന്റ് ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇൻ 1986 the new policy called for special emphasis on the removal of disparities and to equalize education opportunity, especially for Indian women and SC communities. ഇതിൽ പിന്നെ പറയുന്നത് ഈ ഒരു പോളിസിയിൽ മെയിൻ ആയിട്ട് ഇവർ ഫോക്കസ് ചെയ്തിരുന്നത് കുറെ മാറ്റി നിർത്തപ്പെടലുകളൊക്കെ ഉണ്ടല്ലോ, ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും ഒക്കെ എഡ്യൂക്കേഷൻ കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത വുമൻസിനെയാണ്. വുമൻസിന് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിരുന്നില്ല ആ ടൈമിലൊക്കെ. അപ്പം മെയിൻ SC/ST കമ്മ്യൂണിറ്റീസ് പെട്ട സ്ത്രീകൾക്ക് അവർക്കിടയിൽ ഇക്വാളിറ്റി ഉണ്ടായില്ല എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ. അതുകൊണ്ട് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നതാണ് ഈ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 രാജീവ് ഗാന്ധി ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ മെയിൻ ഒരു മാറ്റം പറഞ്ഞത്. SC/ST പെട്ട സ്ത്രീകൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളതാണ് ഇതിലെ ഒരു മെയിൻ എയിം. അടുത്ത് പറയുന്നത് to achieve such a social integration, the policy called for expanding scholarship, adult education, recruiting more teachers from the SCs, incentives for poor families to send their children to school regularly, development of new institutions and providing housing and services. അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് വിടാനായിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ്, അതുപോലെ മുതിർന്നവരുടെ എഡ്യൂക്കേഷൻ, ടീച്ചേഴ്സിനെ SC എന്നുള്ള ടീച്ചേഴ്സിനെ കൂടുതൽ റിക്രൂട്ട് ചെയ്തു. അതുപോലെ തന്നെ പുവർ ഫാമിലീസ് ഉള്ള കുട്ടികൾക്ക് അവർക്ക് സ്കൂളിൽ റെഗുലറായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഹെൽപ്പ് ഇൻസെൻറ്റീവ് പോലെ കൊടുത്തു. അങ്ങനെ പുതിയ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഹൗസിംഗും സർവീസസും ഒക്കെ ആളുകളെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എഡ്യൂക്കേഷൻ, കുട്ടികളുടെ എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നതായിരുന്നു ഇതിന്റെ മറ്റൊരു എയിം എന്ന് പറയുന്നത്. The NP is called for a child-centered approach in primary education and launched Operation Blackboard to improve primary schools nationwide. പിന്നെ ഈ NP 1986 വേറൊരു എയിം എന്ന് പറയുന്നത് ചൈൽഡ് സെന്റേഡ് അപ്രോച്ച് ആണ്. ചൈൽഡ് സെന്റേഡ് എഡ്യൂക്കേഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ടീച്ചർ അവിടെ ഒരു ഗൈഡ് മാത്രമായിട്ട് പെർഫോം ചെയ്തുകൊണ്ട് കുട്ടികളായിരുന്നു അവിടെ മെയിൻ സെൻട്രൽ പോയിന്റ്. അവരാണ് അവിടുത്തെ മെയിൻ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്ത് കാര്യം ലേണിംഗ് ബൈ ഡൂയിങ്, എക്സ്പീരിമെന്റ് ചെയ്തുകൊണ്ടാണ് അവർ പഠിച്ചുകൊണ്ടിരുന്നത്. അവരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് അവർ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതായിരുന്നു അതിന്റെ ഈ ഒരു പോളിസിയുടെ മെയിൻ എയിം എന്ന് പറയുന്നത്, ചൈൽഡ് സെന്റേഡ് അപ്രോച്ച്. അതിൽ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഉണ്ട്, അതൊരു മെയിൻ പോയിന്റ് ആണ് ഇതിൽ. അത് നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. This policy expanded the open university system with the Indira Gandhi National Open University, which had been created in 1985. ഈ പോളിസി അനുബന്ധിച്ച് വന്നതാണ് നമ്മുടെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. എന്നാണ് ഇത് നിലവിൽ വന്നത്? 1985. ആ ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി വന്ന ഇയർ 1985. The policy also called for the creation of rural university model based on the philosophy of Mahatma Gandhi to promote economic and social development at the grassroots level in rural India. ഇത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങൾക്കനുസരിച്ച് ഗ്രാമീണ മേഖലയുടെ പുരോഗതിക്കായി ഗ്രാമീണ സർവകലാശാലകൾ സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചു. കാരണം വെച്ചാൽ നമ്മുടെ റൂറൽ ഏരിയാസിലൊന്നും വേണ്ട എഡ്യൂക്കേഷൻസും കാര്യങ്ങളൊന്നും ആളുകൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ ഒരു ഫിലോസഫി ഫോളോ ചെയ്തുകൊണ്ട് ഈ ഒരു പോളിസിയിൽ ഗ്രാമീണ മേഖലയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഗ്രാമീണ സർവകലാശാലകൾ സ്ഥാപിക്കുക എന്നതായിരുന്നു ഇതിന്റെ മറ്റൊരു എയിം എന്ന് പറയുന്നത്. 1986 എഡ്യൂക്കേഷൻ പോളിസി expected to spend 6% of GDP on education. രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന് 6% വിദ്യാഭ്യാസത്തിനായി ചിലവഴിക്കാൻ തീരുമാനിച്ചു. ഈ പോളിസിയിൽ മെയിൻ ആയിട്ടുള്ള വേറൊരു പോയിന്റ് ആണ് 6% GDP എഡ്യൂക്കേഷന് വേണ്ടി മാറ്റി നിർത്താനായിട്ട് ഈ പോളിസിയിൽ ഡിസൈഡ് ചെയ്തു. ഇത്രയാണ് 1986 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷനിൽ വരുന്ന ചേഞ്ചസ്. Then features of national policy of education 1986. Operation Blackboard, massive program for school improvement, ensure provision of minimum essential facilities in primary schools. ഇതിന് മെയിൻ ആയിട്ട് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിൽ മെയിൻ ആയിട്ട് 3 പോയിന്റ്സ് ആണ് പറയുന്നത്.
ഏതൊരു ക്ലൈമറ്റിലും അല്ലെങ്കിൽ ഏതൊരു വെതറിലും യൂസ് ചെയ്യാൻ പറ്റിയ 2 വലിയ ക്ലാസ് റൂംസ് ഉണ്ടാവണം. അതുപോലെ തന്നെ ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് വരണം. അതാണ് ഒരു പോയിന്റ്. അടുത്തത് പറയുന്നത് 2 ടീച്ചേഴ്സിൽ ഒരാള് ലേഡി ആയിരിക്കണം. നെക്സ്റ്റ് വരുന്നത് സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള equipments, അതായത് ബ്ലാക്ക് ബോർഡ്സ്, മാപ്സ്, ചാർട്ട്സ്, ടോയ്സ്, ഗെയിംസ് മെറ്റീരിയൽസ്, അതുപോലെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്കൂളുകളിൽ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇതൊക്കെയായിരുന്നു 1986 വന്ന NPEയിലെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. അതോടൊപ്പം വന്നതാണ് സെറ്റപ്പ് നവോദയ സ്കൂൾസ്. നമുക്കറിയാലോ, നവോദയ സ്കൂൾസ് എന്ന് പറയുന്നത് മിടുക്കരായ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാനായി വന്ന ഒരു വിദ്യാലയമാണ് നവോദയ സ്കൂൾസ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഒരു എൻട്രൻസ് എക്സാം പോലെ എക്സാം ഒക്കെ നടത്തിയാണ് കുട്ടികളെ അതിൽ സെലക്ട് ചെയ്യുന്നത്. മിടുക്കരായ കുട്ടികളെ അതിൽ നിന്ന് അവർക്ക് എന്നിട്ട് ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നൊരു എയിമോട് കൂടിയാണ് നവോദയ സ്കൂൾസ് വന്നത്. നെക്സ്റ്റ് വരുന്നത് റീഓർഗനൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ അറ്റ് ഡിഫറെന്റ് ലെവൽസ്. അതായത് പ്രീ സ്കൂൾ തൊട്ട് കോളേജ് ലെവൽ വരെയുള്ള എല്ലാ രീതിയിലുള്ള എഡ്യൂക്കേഷനിലും കുട്ടികളുടെ സേഫ്റ്റി മുൻനിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക എന്നതായിരുന്നു വേറൊരു എയിം എന്ന് പറയുന്നത്. പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിനും ഡേ കെയറിനും അതുപോലെ തന്നെ സ്കൂൾസിനും എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഈ പോളിസി നിലവിൽ വന്നത്. ഡീലിംഗ് ഇൻ ഡിഗ്രീസ് ഫ്രം ജോബ്സ് ഇൻ സെലക്ടഡ് ഏരിയസ്. പല സ്ഥലത്തും ഡിഗ്രി വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു ജോലിക്ക്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഡിഗ്രി ഇല്ലെങ്കിലും ജോലി ലഭിക്കാം, അവർക്ക് അതിനുള്ള സ്കിൽ ഉണ്ടെങ്കിൽ ജോലി കിട്ടും എന്നൊരു ലെവലിലേക്ക്, എന്നുവെച്ചാൽ എല്ലാ ജോലിക്കും ഡിഗ്രി നിർബന്ധമല്ല എന്നൊരു മാറ്റവും വരുത്തി. നെക്സ്റ്റ് പറയുന്നത് ലാർജ് സ്കെയിൽ വൊക്കേഷണലൈസേഷൻ ഇൻ എഡ്യൂക്കേഷൻ. വൊക്കേഷണലൈസേഷൻ എന്ന് വെച്ചാൽ ഈ വൊക്കേഷണൽ സ്കൂൾസ് ഒക്കെ എന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ പരിശീലനവും നൽകുന്ന രീതിയാണിത്. എഡ്യൂക്കേഷനോടൊപ്പം അവർക്ക് ജോലിയിൽ വേണ്ട പരിശീലനവും കൊടുക്കുന്നു. അതാണ് വൊക്കേഷണലൈസേഷൻ സ്കൂൾസും കാര്യങ്ങളൊക്കെ വന്നത് അതിന്റെ ഒരു ബേസിലാണ്. അപ്പൊ നമ്മൾ നോക്കിയത് ഇന്ന് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ആണ്. 1968ലും 1986ലും ഇതിൽ വന്ന ചേഞ്ചസ് ആണ്. ഇത് വൺസ് അഗൈൻ ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. താങ്ക് യു.